മലപ്പുറം ജില്ലാ സമ്മേളനം സിപിഐ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായ പ്രതിനിധി സമ്മേളനത്തിന് ഇന്നാണ് തുടക്കമാകുന്നത്. താനൂർ മൂച്ചിക്കലിൽ പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സ്വാലിഹ് വിവരങ്ങൾ നൽകാനുണ്ട് സമ്മേളന നഗരിയിൽ നിന്ന്. സ്വാലി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാത്രമല്ല, ഹാപ്പി ന്യൂ ഇയർ. ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. അതെ, സമ്മേളന നഗരിയിലാണ് ഹാപ്പി ന്യൂ ഇയർ ദിവസം ഉള്ളത്. എന്തായാലും സമ്മേളന നഗരി മലപ്പുറം ഒരു ആവേശത്തിലാണ്, സമ്മേളനത്തിൻ്റെ ആവേശത്തിലാണ്. പതാക ദീപശിഖ പ്രയാണങ്ങളൊക്കെ ഇന്നലെ സമ്മേളന നഗരിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് സമ്മേളനത്തിൽ എന്താണ് നടക്കാനുള്ളത്, എന്തൊക്കെ വിഷയങ്ങൾ ചർച്ചയാകും എന്ന് കരുതാം? അന്ന, തീർച്ചയായും ഈ ന്യൂ ഇയർ ആഘോഷങ്ങൾക്കൊപ്പം സമ്മേളനക്കാലം കൂടി ആണ് മലപ്പുറം ജില്ലയിൽ. വലിയ ആവേശം ഇന്നലെയൊക്കെ നമുക്ക് ഈ പതാക കൊടിമര ജാഥയൊക്കെ എത്തിയപ്പോൾ തന്നെ കാണാൻ കഴിഞ്ഞിരുന്നു. ഈ ആവേശത്തോടൊപ്പം തന്നെ സമഗ്രമായി മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം പരിശോധിക്കുന്ന, സംഘടനാ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്ന സമ്മേളനമാണ്. ഏതാണ്ട് 10 മണിയോടെ സമ്മേളനത്തിന് തുടക്കമാവും, പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമാവും. പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ 9:30 സമ്മേളന നഗരിയിൽ കോടിയേരി നഗറിൽ പതാക ഉയർത്തും. മുതിർന്ന അംഗം പാലോളി മുഹമ്മദ് കുട്ടിയാണ് പതാക ഉയർത്തുന്നത്. 18 ഏരിയ കമ്മിറ്റികളാണ് മലപ്പുറം ജില്ലയിലുള്ളത്. ഇവിടെ നിന്ന് 332 പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം 38 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും പ്രതിനിധികളായി പങ്കെടുക്കുന്ന സമ്മേളനമാണ്. ഈ ഉദ്ഘാടനത്തിന് ശേഷം, പ്രതിനിധി സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം ജില്ലാ സെക്രട്ടറി ഇ.എൻ. മോഹൻദാസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. തുടർന്ന് ഡെലിഗേഷനുകളുടെ ഗ്രൂപ്പ് ചർച്ചകളിലേക്ക് കടക്കും. വൈകുന്നേരത്തോടെ പൊതുചർച്ച ആരംഭിക്കും. നാളെയും ഈ ചർച്ചകൾ തന്നെ തുടരും. തുടർന്ന് ചർച്ചകൾക്കുള്ള മറുപടി ഉണ്ടാവും. മറ്റന്നാൾ രാവിലെയാണ് ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരണം, സംസ്ഥാന സമ്മേളന പ്രതിനിധികളെ തെരഞ്ഞെടുക്കൽ, അതിനുശേഷം ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കൽ. വൈകിട്ട് താനൂർ ഹാർബറിൽ വലിയ റെഡ് വളണ്ടിയർ മാർച്ച് നടക്കും. അതിനുശേഷം പൊതുസമ്മേളനം ചീരാൻ കടപ്പുറത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇത്രയുമാണ് മലപ്പുറം ജില്ലയിലെ സമ്മേളനത്തിൻ്റെ നടപടിക്രമങ്ങൾ. പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവന് പുറമെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഇ പി ജയരാജൻ, പി കെ ശ്രീമതി, എളമരം കരീം, പി സതീദേവി തുടങ്ങിയവരും, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പി കെ ബിജു, എം സ്വരാജ്, പി എ മുഹമ്മദ് റിയാസ് തുടങ്ങിയവരും പങ്കെടുക്കുന്നുണ്ട്. 2413 ബ്രാഞ്ചുകളാണ് മലപ്പുറം ജില്ലയിലുള്ളത്. അതോടൊപ്പം തന്നെ 161 ലോക്കൽ കമ്മിറ്റികളും 18 ഏരിയ കമ്മിറ്റികളും. ഈ സമ്മേളനങ്ങളെല്ലാം പൂർത്തിയായാണ് ജില്ലാ സമ്മേളനത്തിലേക്ക് കടന്നിരിക്കുന്നത്. പുതിയ ബ്രാഞ്ച് സെക്രട്ടറിമാർ 934 പേരാണ്. ഇതിൽ ഭൂരിപക്ഷവും, അതായത് 500-ന് മുകളിൽ പേരും 40 വയസ്സിന് താഴെയുള്ളവരാണ്. 72 പേർ വനിതകളാണ്. ഇത്തരത്തിൽ പാർട്ടിയുടെ പ്രധാനമായുള്ള സംഘടനാ പ്രവർത്തനവും അതിനുള്ള സാഹചര്യങ്ങളുമെല്ലാം സമഗ്രമായി പരിശോധിക്കുന്ന സമ്മേളനമാണ് ജില്ലയിൽ തുടർന്നു വന്നിരുന്നത്. അതിൻ്റെ ജില്ലാ സമ്മേളനത്തിലേക്ക് കൂടിയാണ് ഇന്ന് കടക്കുന്നത്. അന്ന. യെസ്, പ്രതിനിധി സമ്മേളനം. ശരി സ്വാലി, പ്രതിനിധി സമ്മേളനം ഇന്ന് പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അടുത്ത 2-3 ദിവസങ്ങൾ കൂടി മലപ്പുറം സമ്മേളനത്തിൻ്റെ ആവേശത്തിലായിരിക്കും. ഏതൊക്കെ ചർച്ചകളാണ് ഉണ്ടാകുക എന്നതൊക്കെ അടുത്ത മണിക്കൂറുകളിൽ അറിയാം. എന്തായാലും ഇന്നലെ കൊടിമര ദീപശിഖ ജാഥകൾ ഒക്കെ സമ്മേളന നഗരിയിൽ എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ വളരെ ആവേശത്തോടു കൂടി സമ്മേളനത്തെ വരവേൽക്കുകയാണ്, ഏറ്റെടുത്തിരിക്കുകയാണ് മലപ്പുറം. സ്വാലിയാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്.